ഞാൻ പ്രസാദ്. ആപ്സ് അൺവീൽഡ് എന്ന പരമ്പരയുടെ മൂന്നാമത്തെ ഭാഗത്തേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. എല്ലാവർക്കും, പ്രത്യേകിച്ച് അധ്യാപകർക്ക് പ്രയോജനപ്രദമായ 4 ആപ്പുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? ഗൂഗിൾ ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ശക്തി കൂടി സന്നിവേശിപ്പിച്ചുകൊണ്ട് അവർ പുറത്തിറക്കിയ മറ്റൊരു സോഫ്റ്റ്വെയറാണ് ഗൂഗിൾ ലെൻസ്. അധ്യാപകർക്ക് മാത്രമല്ല, മറ്റ് വ്യത്യസ്ത തുറയിലുള്ള ആളുകൾക്ക് കൂടി പ്രയോജനപ്രദമായ ഒരു സോഫ്റ്റ്വെയറാണ് ഗൂഗിൾ ലെൻസ്. ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഈ ആപ്പ് തുറന്ന് അതിൽ ടെക്സ്റ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്താൽ നിങ്ങൾ സ്കാൻ ചെയ്യുന്ന പേജിലെ വരികൾ ഓട്ടോ സെലക്ട് ആവുന്നു. നമുക്ക് ആവശ്യാനുസരണം ഭാഷ മാറ്റാം. സ്കാൻ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഭാഷ മാറി നമുക്ക് കാണാം. സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ആവശ്യാനുസരണം കോപ്പി പേസ്റ്റ് ചെയ്യാം. ട്രാൻസ്ലേറ്റ് ചെയ്ത ടെക്സ്റ്റ് സ്പീക്കർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടറിലെ ടെക്സ്റ്റ് ടു വോയിസ് സംവിധാനം ഉപയോഗിച്ച് നമുക്ക് കേൾക്കാനും സാധിക്കും. बुद्धा किताब बुद्ध का जीवन और दृष्टि, जिन्होंने दुनिया को सिखाया कि बलिदान जीवन का सबसे ക്യാമറയിൽ കാണുന്നതോ മൊബൈലിൽ സേവ് ചെയ്തതോ ആയ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻ്റർനെറ്റിൽ ലഭ്യമായ വിവരങ്ങൾ സെർച്ച് ചെയ്യാനും നമുക്ക് സാധിക്കും. ബാർകോഡ് സെർച്ച് ഉപയോഗിച്ച് ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട് ഈ ആപ്പ്. ഈ കോവിഡ് കാലത്ത് റെസ്റ്റോറൻറ്റുകളിൽ കോൺടാക്റ്റ്ലെസ് മെനു കാർഡ് വഴി വിഭവങ്ങളെ പരിചയപ്പെടാനും ഓർഡർ ചെയ്യാനും സാധിക്കും. മൈക്രോസോഫ്റ്റ് ലെൻസ് ക്യാം സ്കാനർ എന്ന ചൈനീസ് ആപ്പ് ഞാൻ വളരെയധികം പ്രയോജനപ്പെടുത്തിയിരുന്നു. ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോസ് എന്നിവ സ്കാൻ ചെയ്യാനും അവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വളരെയധികം സഹായകരമായിരുന്ന ഒരു ആപ്പാണ് ക്യാം സ്കാനർ. പക്ഷേ അത് നമ്മളും ഇന്ത്യ ഗവൺമെൻറ്റും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ പരിമിതികളില്ലാത്ത ഒരു പകരക്കാരനെ കണ്ടെത്താൻ വളരെയധികം പ്രയാസപ്പെട്ടു. അപ്പോഴാണ് മൈക്രോസോഫ്റ്റിൻ്റെ ലെൻസ് എന്ന ഈ ആപ്പ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ ആപ്പ് നമ്മളെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഈ ആപ്പ് തുറക്കുമ്പോൾ വൈറ്റ് ബോർഡ്, ഡോക്യുമെൻ്റ്, ബിസിനസ് കാർഡ്, ഫോട്ടോ എന്നീ വ്യത്യസ്ത ഫോർമാറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അതനുസരിച്ച് ഡോക്യുമെൻറ്റ്സ് ഓട്ടോ സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്യാനോ വരയ്ക്കാനോ ഉള്ള ടൂൾസ് ലഭ്യമാണ്.
ഫീസ് ആൻഡ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന ആപ്പാണ് അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ക്ലാസ് റൂമിലെ കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തൽ, അവരുടെ ഫീസ്, അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുമായി സമയാസമയങ്ങളിൽ ബന്ധപ്പെടൽ എന്നിവ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അധ്യാപകർക്ക് ഉണ്ടാക്കാറുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരാപ്പാണ് ഫീസ് ആൻഡ് അറ്റൻഡൻസ് രജിസ്റ്റർ. പ്ലേ സ്റ്റോറിൽ ധാരാളം ഇത്തരം ആപ്പുകൾ ലഭ്യമാണ്. പക്ഷേ ഫ്രീ വെർഷനുകൾ ധാരാളം പരിമിതികൾ ഉള്ളതാണ്. അവരുടെ ഫുൾ വെർഷൻ അഥവാ പെയ്ഡ് വെർഷനുകൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ഉപയുക്തത ലഭിക്കുകയുള്ളൂ. ഫീസ് ആൻഡ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന ഈ ആപ്പ് തീർത്തും സൗജന്യമാണ്. യാതൊരു തരത്തിലുള്ള പരസ്യങ്ങൾ അലോസരപ്പെടുത്താതെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ആപ്പ് എന്നെ പോലെയുള്ള ക്ലാസ് അധ്യാപകരെ കുറച്ചൊന്നുമല്ല സഹായിക്കുക. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു പുതിയ ബാച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ക്രിയേറ്റ് ചെയ്ത ബാച്ചിൽ പുതിയ കുട്ടികളെ ആഡ് ചെയ്യുക എന്നതാണ് അടുത്ത പടി. കുട്ടിയുടെ ഡീറ്റെയിൽസ് നൽകുക. കുട്ടിയുടെ ഫോട്ടോസ് ക്യാമറ ഉപയോഗിച്ചോ സേവ് ചെയ്ത ഫോൾഡറിൽ നിന്നോ ഉപയോഗിക്കാം. എല്ലാ കുട്ടികളെയും എൻ്റർ ചെയ്താൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ സോഫ്റ്റ്വെയർ റെഡി ആയിരിക്കുന്നു. സെലക്ട് ഓൾ നൽകി ആബ്സെൻ്റ് ആയ കുട്ടികളെ അൺടിക്ക് ചെയ്യുക എന്നതാണ് എളുപ്പം. സെലക്ട് ചെയ്ത കുട്ടികൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ അറ്റൻഡൻസ് റിപ്പോർട്ട് എന്നിവ അയക്കാം. സ്ഥിരമായി അയക്കേണ്ട മെസ്സേജസ് സേവ് ചെയ്തു വെച്ചാൽ അവ വളരെ എളുപ്പത്തിൽ നമുക്ക് അയക്കാൻ സാധിക്കും. വ്യത്യസ്ത ക്ലാസ്സുകളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് വളരെ എളുപ്പം നമുക്ക് സെർച്ച് ചെയ്യാം. സെറ്റിംഗ്സ് മെനുവിൽ ഫീസ്, ക്ലാസ് നെയിം, സ്റ്റുഡൻറ് ID മുതലായ വിവരങ്ങൾ സെറ്റ് ചെയ്യാം. കുട്ടികളുടെ പേരിന് മുകളിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ രക്ഷിതാവിനെ വിളിക്കാനും മെസ്സേജ് അയക്കാനും ആ കുട്ടിയുടെ എൻ്റർ ചെയ്ത മറ്റു വിവരങ്ങൾ അറിയാനും നമുക്ക് സാധിക്കും. അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ദിവസങ്ങൾ സെലക്ട് ആയി കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ദിവസത്തെയും അറ്റൻഡൻസ് ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡാറ്റ ബാക്കപ്പ് ചെയ്തു വെച്ചാൽ ഭാവിയിൽ ആപ്പ് അൺഇൻസ്റ്റാൾ ആയാലും നമുക്ക് പിന്നീട് റിക്കവർ ചെയ്യാൻ സാധിക്കും. അക്കാഡമിക് വർഷം പൂർത്തിയാകുമ്പോൾ പഴയ ബാച്ചുകളെ ഇനാക്റ്റീവ് ആയി വയ്ക്കാം. പിന്നീട് ആവശ്യം വന്നാൽ ഡീറ്റെയിൽസ് എടുക്കാനും നമുക്ക് സാധിക്കും. വോയിസ് നോട്ട്ബുക്ക് എന്ന ആപ്പാണ് അടുത്തതായി എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. ഫേസ്ബുക്കിൽ കുറച്ച് ദീർഘമായ കുറിപ്പുകൾ മലയാളത്തിലോ മറ്റു ഭാഷകളിലോ തയ്യാറാക്കാനോ കുട്ടികൾക്ക് നോട്ട്സ് തയ്യാറാക്കാനോ നമ്മളെ സഹായിക്കുന്ന ഒരു വോയിസ് ഗൈഡഡ് ആയുള്ള ഓൺലൈൻ ആപ്പാണ് വോയിസ് നോട്ട്ബുക്ക്. ഫോണിൻ്റെ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദത്തെ അക്ഷരങ്ങളും വാക്കുകളുമായി മാറ്റുന്നു ഈ ആപ്പ്. പറയുമ്പോൾ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ
ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യാനും നമുക്ക് ഈ ആപ്പിൽ സൗകര്യമുണ്ട്. സെലക്ട് ചെയ്ത ഭാഷയിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നോട്ട് പാഡിൽ ടൈപ്പ് ആയി വരുന്നത് നമുക്ക് കാണാം. യുക്തി എന്നുവേണ്ട സാമാന്യവും വ്യക്തിപരവുമായ ജീവിതത്തിലെ സകല പ്രവൃത്തികളും ആത്മസാക്ഷാത്കാരത്തിനുള്ള അന്വേഷണവുമായി സംഭവിച്ച തെറ്റുകൾ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് തിരുത്താം. ഇത് ആവശ്യാനുസരണം നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ പറയുന്ന ഭാഷ സെലക്ട് ചെയ്യാൻ സ്ക്രീനിന് മുകളിൽ വലതുഭാഗത്ത് അവസരമുണ്ട്.